കോൺഗ്രസ് നേതാവ് അനിൽ അഖര ചേരുന്നുണ്ട്. ശ്രീ അനിൽ അഖര, ഈ സമയത്ത്, അതായത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നതിലൂടെ എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത്? എന്താണ് താങ്കളുടെ പ്രതികരണം? ഈ 2026 ആദ്യത്തെ ഏറ്റവും വലിയ തമാശ തന്നെ ജനുവരി മാസത്തിൽ ഈ ഗവൺമെന്റ് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവര് 2021 ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വിജിലൻസ് ഈ വിഷയത്തിലല്ല, ഞാൻ വേറൊരു കാര്യമാണ് പറയുന്നത്. ഈ ലൈഫ് മിഷൻ പാർപ്പിട ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ലംഘിച്ചുമായി ബന്ധപ്പെട്ട കേസിൽ ഇതേ വിജിലൻസ് ഒരു അന്വേഷണം ആരംഭിച്ചല്ലോ. ആ വിജിലൻസ് അന്വേഷിച്ചിട്ട് അപ്പൊ അതിന് സമാന്തരമായി കേന്ദ്ര അന്വേഷണ ഏജൻസി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപ്പൊ അന്ന് ഈ ഗവൺമെന്റ് പറഞ്ഞത് ഇവിടെ ഈ വിജിലൻസ് അന്വേഷിച്ചാൽ മതി, CBI വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അപ്പീൽ പോയി, അവിടെ തള്ളി, സുപ്രീം കോടതിയിലെ പെറ്റീഷൻ നിൽക്കുകയാണ്. അപ്പൊ ഒരേ സ്വഭാവമുള്ള കേസിൽ ഈ ഗവൺമെന്റ് രണ്ട് കാര്യമാണ്. അത് ഞാനത് സൂചിപ്പിച്ചെന്ന് മാത്രമാണ്. ഈ കേരളത്തിലെ വിജിലൻസിന് ഒരു വിശ്വാസ്യതയും ഇല്ല. ഇത് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യും. ഇതൊക്കെ നേരത്തെ വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ വിഷയമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷിച്ചതിനകത്ത് ഒരു കഴമ്പുമില്ല എന്ന് തീരുമാനിച്ച വിഷയമാണ്. ഇത് ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് ആരംഭിക്കുകയാണ്. ലക്ഷ്യ എന്ന് പറയുന്ന ക്യാമ്പ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് പോകുന്ന ഒരു ക്യാമ്പിന് അതിന്റെ ആ ഒരു മൂഡ് തകർക്കാൻ വേണ്ടിയും സംസ്ഥാനത്തെ ഉന്നതരായ രാഷ്ട്രീയ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ലൂസ് എക്സസൈസ് ചെയ്യാൻ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ ഭ്രാന്തളകി നിൽക്കുകയാണ്. ഈ വിജിലൻസിന് ഒരു എന്താണ് പറയാ, ഈ കേരളത്തിലെ വിജിലൻസിന് ഒരു വിശ്വാസ യോഗ്യതയുമില്ലാത്ത ഒരു ഏജൻസിയാണ്. CPM-ന്റെ ഫ്രാക്ഷനാണ് ഇത് നമ്മൾ തള്ളിക്കളയാണ്. അവരെന്താണ് ചെയ്യട്ടെ?